ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ബാംഗ്ലൂർ ചെന്നിട്ടുള്ളൊരു മൂന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. പ്ലാനിങ്ങിനകത്ത് ഏറ്റവും വലുതായിട്ട് നമുക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത്. സ്ഥലമല്ല, പല പല സ്ഥലങ്ങളിലോട്ട് പോകാനാണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. എല്ലായിടത്തും പോകാൻ പറ്റുമോന്നും അറിയില്ല. പറ്റുന്ന സ്ഥലങ്ങളെല്ലാം പോകാന്ന് പറഞ്ഞ് ഇതാ വെളുപ്പാങ്കാലത്ത് തന്നെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് നെഗറ്റീവ് അടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഹാപ്പി ആയിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ എന്താണെന്നറിയത്തില്ല, എനിക്ക് വണ്ടിയിലോട്ട് കയറുന്ന സമയത്ത് ആ ഡ്രൈവർ വണ്ടി എടുത്തിട്ടേ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ 3 പേര് മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനും കുഞ്ഞും വെളിയിൽ നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ആൾ വണ്ടി എടുത്ത് മുന്നോട്ട് അങ്ങ് സ്പീഡിന് പോയി. എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞ് താഴോട്ട് പോയാനെ പെട്ടെന്ന് അവളെ കയറി ഞാൻ മുറുകെ പിടിച്ചു. ഇല്ലെങ്കിൽ എനിക്കറിയില്ല അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് തന്നെ എനിക്കറിയില്ല. എനിക്ക് ദേഷ്യമാണോ സങ്കടമാണോ വന്നതെന്ന് എനിക്കറിയില്ല. അതിനുശേഷം എനിക്ക് എന്തോ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് പോയിരുന്നെങ്കിലോ എന്നൊക്കെയുള്ള ഒരു ചിന്ത ഇങ്ങനെ മനസ്സിനകത്ത് ഇങ്ങനെ അലട്ടിയിട്ടേ ഇരിക്കുകയായിരുന്നു. എന്താണെന്നറിയത്തില്ല. എനിക്ക് പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് ഡൗൺ ആയിരുന്നു. പിന്നെ എന്തായാലും ദൈവം സഹായിച്ച് ഋതുവിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അപ്പോഴേ എന്നെ മാറ്റി മുറുകനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോർ വന്ന് എൻ്റെ കയ്യിലും കാലിലും അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് നല്ല വേദനയായിരുന്നു. പെട്ടെന്ന് വന്ന് അടിച്ചപ്പോഴത്തേക്ക് ആ സമയത്ത് കയ്യിൽ നിന്ന് കുഞ്ഞ് പോകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക്. എന്നാലും ആ വേദന സഹിച്ച് ഞാൻ അവൾ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സമാധാനം സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ട്രെയിൻ കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് കിട്ടിയത്. കുറച്ച് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരത്തെ വന്ന് നിൽക്കുകയായിരുന്നു. കാരണം എപ്പോഴാണ് ഏതാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് നേരത്തെ വന്നങ്ങ് നിന്നയായിട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ട്രെയിൻ വന്നു. അങ്ങനെ ട്രെയിനിൽ കയറിയതാണ് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടി സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഋതുവിന് പിന്നെ ആപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആപ്പിൾ മാത്രമല്ല, കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ അവൾക്ക് എടുത്തിട്ടുണ്ട്. അതേപോലെ ഫുഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആപ്പിൾ ഞാൻ അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് അതൊന്ന് ചുരണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പോകുന്ന വഴി ഋതുവിന് കൊടുക്കാമെന്ന് പറഞ്ഞ് അവൾ പക്ഷേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം വാഷ്റൂമൊക്കെ പോയതിന് ശേഷം ഋതുവിനുള്ള ഫുഡ് അങ്ങ് കൊടുക്കാമെന്ന് കരുതി ആപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതങ്ങനെ അവൾക്ക് അവിടെ നിന്നിരുന്ന് തന്നെ അങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് നമ്മുടെ അടുത്തോട്ട് വരും കേട്ടോ. ഓട്ടം വിളിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് റേറ്റൊക്കെ അവർ തന്നെ ഒരു റേറ്റൊക്കെ പറയും. പക്ഷേ ഞങ്ങൾക്ക് ലാഭമായിട്ട് തോന്നിയില്ല. നമ്മൾ ഊബർ വിളിച്ച് തന്നെ പോകുന്നതായിട്ട് ഞങ്ങൾക്ക് ലാഭമായിട്ട് തോന്നിയത്. കാരണം ഒരുപാട് ക്യാഷിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഊബർ വിളിച്ച് തന്നെ ആട്ടോ പോകുന്നത്. പിന്നെ ഞാൻ എങ്ങോട്ടാണ് വന്നതെന്ന് പറഞ്ഞില്ലല്ലോ, നമ്മൾ മൈസൂറാട്ടോ വന്നേക്കുന്നത്. ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോയിലുള്ളത്. അങ്ങനെ ഞങ്ങൾ നേരിതാ ഈ ഒരു ചർച്ചിലോട്ടാട്ടോ വന്നത്. ഒരു വലുപ്പമുള്ള ചർച്ചാണെന്നറിയോ. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനാണെങ്കിൽ ബാംഗ്ലൂർ പോകുന്ന പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോ വീഡിയോ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഫുൾ ടൈം ഇങ്ങനെ വീഡിയോ ഇൻസ്റ്റ തുറന്നാലും ഒക്കെ ഈ ഒരു ബാംഗ്ലൂരിലെ ഓരോ കാഴ്ചകളുള്ള വീഡിയോസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ചർച്ചാണെങ്കിൽ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പോകണമെന്ന്. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണെന്ന്. അങ്ങനെ പിന്നെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കാമായിട്ടുള്ള സ്ഥലമായിട്ടോ. എന്ത് രസമാണ്. അതിനകത്ത് കയറുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു ഫീലാണ്. കുറേ നേരം ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, അവിടെ ഇരുന്നു. അതിൻ്റെ അകത്തുള്ള വീഡിയോസൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ എന്തൊക്കെയോ പണിയും നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഭാഗമൊക്കെ അടച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് കറങ്ങി പ്രാർത്ഥിച്ചു, കണ്ടു, ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ ഋതുവിന് എവിടെ ചെന്നാലും പാല് മുഖ്യമായതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് തന്നെ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ സ്കൂളൊക്കെ തൊട്ടപ്പുറത്താട്ടോ പിള്ളേരൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സൈഡിലോട്ട് ഇരുന്ന് ഞാൻ കുഞ്ഞിന് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടവൽ കേട്ടോ, അത് അടിപൊളിയാണ് കേട്ടോ. ഫീഡിങ് ടവലാണേ. സംഭവം അടിപൊളിയാണ്. ഭയങ്കര റേറ്റ് കുറവാണ്. നന്നായിട്ട് യൂസ് ആകുന്നൊരു സാധനമാണ്. നമ്മൾ ഇതോട്ട് പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ പബ്ലിക്കിലൊക്കെ നിന്ന് ഫീഡ് ചെയ്യണമെങ്കിൽ ഫീഡ് ചെയ്യാം. ആരും ഒന്നും കാണത്തുമില്ല. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അടിപൊളിയാണ്. ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അതേപോലെ ഞാൻ ഇട്ടേക്കുന്ന ടോപ്പിൻ്റെയും ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം. സംഭവം അടിപൊളി ടോപ്പാണ്. വലിയ റേറ്റ് ഒന്നും ഇല്ല. അങ്ങനെ നമ്മൾ ചർച്ചയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ ഒരു തട്ടുകട സെറ്റപ്പിൽ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നാട്ടോ കഴിച്ചാൽ നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈജീൻ ഉണ്ട്. നല്ല ഫുഡും ആയിരുന്നു കേട്ടോ. ഞാൻ ഇഡ്ഡലി സാമ്പാറും ഒക്കെ ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു വട വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ പുളിയൊന്നും ഇല്ലാതെ അടിപൊളി ഇഡ്ഡലി ആയിരുന്നു. അവർ പൂരിയൊക്കെ ആട്ടോ കഴിച്ചാൽ അതും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാൻ അവിടുന്ന് ഊബർ ബുക്ക് ചെയ്തു. ഞങ്ങൾ അവിടുന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് വന്ന ഊബർ ചേട്ടനാണെങ്കിൽ ഒരു വിസിറ്റിംഗ് കാർഡൊക്കെ തന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഇവിടെയൊക്കെ ഫുള്ള് ചുറ്റിക്കറങ്ങി കാണിക്കണമെങ്കിൽ കാണിക്കുക, ഇത്ര രൂപയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഇനി അടുത്തടുത്തോട്ട് വന്നത് പാലസിലോട്ടായിട്ടോ. മൈസൂർ വന്നിട്ട് പാലസ് കാണാതെ പോകാൻ
പോയാൽ മോശമല്ലേ, അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടാണ് വന്നത്. ഇവിടെ ഉള്ള ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ ആട്ടോ. ബാഗൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം ഉള്ളിലോട്ട് വിടത്തുള്ളൂ. അതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കാൻ ഇവിടെ ഗൂഗിൾ പേ ഇല്ല കേട്ടോ, നമ്മൾ ക്യാഷ് തന്നെ കൊടുക്കണം. ഞാൻ എൻ്റെ കയ്യിലൊരു കുറച്ച് ക്യാഷ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാഷിൻ്റെ ആവശ്യം വരില്ല എന്നും പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ എടുക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കൂടി ഞാൻ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞ് എടുത്ത് വെച്ചതുകൊണ്ട് മാത്രം ഇന്ന് ഇവിടെ കയറി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ കയറാൻ പറ്റില്ല, ഗൂഗിൾ പേ ഇല്ല എന്ന് കേട്ടോ അവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ക്യാഷ് കൊടുത്തു കയറി. ഇതാ അകത്തോട്ട് കയറി. ഇവിടെ പുറമേ കുറേ ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലത്തിനകത്താണ് ഈ ഒരു പാലസ് നിൽക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പുറത്തുനിന്ന് ഒരു ബാഗ് ചെക്കിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറിയപ്പം വീണ്ടും ബാഗ് ചെക്കിങ് ഉണ്ട്. അങ്ങനെ ചെക്കിങ് ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാം. അങ്ങനെ അവിടുന്ന് ഉള്ളിലോട്ട് കയറുമ്പം തന്നെ ആദ്യം എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ അങ്ങോട്ട് കയറി അങ്ങോട്ട് തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഓരോ കാഴ്ചകൾ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും അതിശയം തോന്നിയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല, ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആർട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ ഒരു പോയാൽ ഇഷ്ടപ്പെടും. കുറേ പെയിൻറ്റിങ്, അതേപോലെ കുറേ കൊത്തുപണികളൊക്കെ നല്ല രസമാണ് കേട്ടോ. അതിനുള്ളിലോട്ടൊക്കെ കയറുമ്പോൾ അവിടെ കുറേ നേരം നമുക്കത് കണ്ട് നിൽക്കാൻ തോന്നും. അത്രയ്ക്ക് അടിപൊളിയാണ്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കണം നമ്മൾ ഈ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി നിൽക്കുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഫോട്ടോ നല്ലതുപോലെ കിട്ടണമെന്നില്ല കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ നമുക്കിങ്ങനെ ഓടി നടന്നൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റും. എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കുറേയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു വലിയൊരു ഹോള് മാതിരിയാണ്. പിന്നെ അങ്ങോട്ട് അവിടുന്ന് ഉള്ളിലോട്ട് പോകുമ്പോൾ പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രെയിം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, വരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പണ്ടത്തെ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും അങ്ങനെ അവിടെയുള്ള ഓരോരുത്തരുടെയും ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ പേരും എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന ആൾക്കാരാണെന്നും പറഞ്ഞിട്ട്. ഇതിനകത്ത് എല്ലാ പേരുകളൊന്നും വായിച്ച് കേൾപ്പിക്കാൻ എനിക്ക് വയ്യ കേട്ടോ. നിങ്ങൾ എന്തായാലും വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കിക്കോ. അങ്ങനെ അവിടുന്ന് പിന്നെ അങ്ങ് തുടങ്ങിയ ഓരോരോ ഫോട്ടോകളാട്ടോ ഇങ്ങനെ വരച്ചെല്ലാം ഇങ്ങനെ വെച്ചേക്കാണ്, രാജാക്കന്മാരുടെയൊക്കെ ഫോട്ടോസൊക്കെ. അങ്ങനെ ഇവിടുന്ന് കുറേ ഞാനൊക്കെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ കൂടുതലെടുത്ത് നിങ്ങളെ മടുപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ കുറേയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ രാജ്ഞി, എന്ത് രസം ഇവരെ കാണാൻ വേണ്ടിയിട്ട്, എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ട്. തൊട്ടപ്പുറത്ത് രാജാവ് ഇങ്ങനെ വാളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള രാജാക്കന്മാരെ നമ്മൾ മറ്റേ ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഭയങ്കര രസമാണ്. പിന്നെ കുറേ ഇങ്ങനെയുള്ള പെട്ടികളൊക്കെ പല ടൈപ്പിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഓരോന്നും നമുക്കിങ്ങനെ കാണുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് നമുക്ക് അയ്യോ അടിപൊളി എന്ന് നമുക്ക് തോന്നും. അങ്ങനെ പിന്നെ കുറേ മിറർ, ഇങ്ങനെ എവിടെ ചെന്നാലും കണ്ണാടി കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും പോയി ഇങ്ങനെ മുഖം നോക്കിയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് വരും. അത് കഴിഞ്ഞ് ഇവിടെ ഈ ഒരു ഗ്രൗണ്ട് പോലെ അവിടെ നല്ല രസമാണ്. പിന്നെ ഇത് ലിഫ്റ്റാണ് കേട്ടോ. പണ്ടത്തെ ആൾക്കാർക്ക് ലിഫ്റ്റ് ഉണ്ടായിരുന്നു, വലിയ ലിഫ്റ്റാണ്, പക്ഷെ അടച്ചിട്ടേക്കാണ് കേട്ടോ. അതേപോലെ തന്നെ കുറേ ഭാഗങ്ങളൊക്കെ ഇതിനകത്തും അടച്ചിട്ടേക്കാണ്. മുകളിലോട്ട് പോകാനുള്ള ഈ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ, ആ സ്റ്റെപ്പിലൊന്നും നമുക്ക് കയറാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഫുള്ള് അടച്ചൊക്കെ ഇട്ടേക്കാണ്. മുകളിലോട്ടും വേറെ നിലകളൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ കൂടി ഒന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല. താഴെയൂടെ തന്നെ നമുക്ക് നടന്നെല്ലാം കാണാൻ പറ്റത്തുള്ളൂ. എന്നാൽ കൂടി നടന്ന് കാണാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നതെല്ലാം സിൽവറാണ് കേട്ടോ. സിൽവറും പിന്നെ ആനക്കൊമ്പും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം കണ്ടിറങ്ങി ഞങ്ങളിതാ ഓരോ സ്ഥലത്ത് നിന്ന് റെസ്റ്റ് എടുത്ത് അത് ഫോട്ടോ എടുത്തൊക്കെ ആയിട്ട് പോകുന്നത്. ഇവിടെ തകർത്ത് ഒരാൾ ഫോട്ടോ എടുക്കുന്നുണ്ട് മാറി തിരിഞ്ഞൊക്കെ. അവിടെ നിന്ന് ഞാനും ഋതുവും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അതൊക്കെ വഴിയേ ഇടാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഋതുവിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അവൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അവൾക്ക് ഓരോ കാഴ്ചകൾ കാണുമ്പോൾ അതെന്തുവാ എന്നിങ്ങനെ ചോദിച്ച് സംശയങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ മടുക്കും. ഒരു കാര്യം എന്ന് വെച്ചാൽ കുറേ നടക്കാനുള്ളതുകൊണ്ട് കുഞ്ഞിന് കാലുവേദന കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം, ആൾക്ക് കുറേ നടക്കുമ്പോഴത്തേക്ക് ആൾക്ക് കാലിന് ബുദ്ധിമുട്ട് വരും കേട്ടോ. പിന്നെ നമുക്കത് കണ്ട് ഇങ്ങനെ ഇറങ്ങണം, നമുക്ക് പകുതിക്ക് വെച്ച് തിരിച്ചു പോകാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അത് കണ്ട് ഫുള്ളിങ്ങനെ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. എവിടെ ചെന്നാലും മിററാണ്. മിറർ കാണുമ്പോൾ എനിക്കൊരു വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാം മിററിൻ്റെ ഫ്രണ്ടിൽ പോയാലും ഞാൻ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് അത് കാണേണ്ടതായിട്ട് വരും. പിന്നെ ഒരു ഫോണിന് വരെ 2 ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഒന്ന് സംഗീത ഫോണാട്ടോ, അവളുടെ ഫോണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചാണ്. ഋതുവിനെ അവർ
എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ 2 കൈയും ഫ്രീ ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞ് ഞാനായിരുന്നു പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുത്ത് കൊടുത്തുകൊണ്ടിരുന്നത് അവളുടെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ പിന്നെ എന്താ ഞങ്ങൾ അവിടുന്ന് കുറേ ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് മറ്റേ ഒരു ക്ലാസിക്കൽ ഡാൻസ് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാ അടുത്ത ലിഫ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇവിടെയും ഇതാ ഒരു ലിഫ്റ്റാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ലിഫ്റ്റല്ല, ഇത് വേറെ ലിഫ്റ്റാണ് കേട്ടോ. ഓരോന്നിനും പേരൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ലിഫ്റ്റിന്. അത് കഴിഞ്ഞ് പിന്നെയും തിരിഞ്ഞ് കറങ്ങി നമ്മളിതാ നിന്ന സ്ഥലത്ത് തന്നെയാണോ, അല്ല ആ സ്ഥലമല്ല, ഇത് വേറെ സ്ഥലമാണ് കേട്ടോ. ഇവിടെയും നമ്മൾ ആദ്യം കയറിയപ്പം കണ്ടതുപോലെ കേട്ടോ, ഇങ്ങനെ കുറേ തൂണുകളൊക്കെ വെച്ചിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുന്ന് താഴത്തോട്ട് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. ഇത്ര ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇത്ര സ്റ്റെപ്പ് ഉണ്ടാവുമെന്ന്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മളിങ്ങനെ താഴെ വന്നിട്ടുണ്ട്. കുറേ ആനപ്പട്ടം അതൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി ഋതുവിന് എന്തെങ്കിലും കൊടുത്തതിന് ശേഷം നമുക്ക് പോകാമെന്ന് കരുതി. ഋതുവിൻ്റെ എൻ്റെ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ കാറിലിരുന്നൊക്കെ ഞാൻ ഓരോന്ന് കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് ഇതാ അവൾക്ക് അവിടെ വെച്ചിട്ട് തന്നെ കുറേയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ എടുത്ത് മറ്റേ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു സാധനം, അതിന് പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, അതിനകത്താക്കി ഇട്ടടച്ച് അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ചപ്പിയായിരുന്നു കേട്ടോ പിന്നീട് അവൾ നടന്നിരുന്നത്. അതുകൊണ്ട് കരയാതെയും പിഴിയാതെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുത്ത് ഇച്ചിരി പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾ വലിയ ബഹളം ഇല്ലാതെ ഇരുന്നോളൂ കേട്ടോ. ഇത് വിശന്ന് കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ അവളല്ലാതായി മാറും. പിന്നെ കരഞ്ഞ് കാറി കൂവി ബഹളം വെച്ച് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ വന്നിട്ട് ഇതാ വാഷ്റൂമൊക്കെ പോയി കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു. ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു കുടിച്ചു. വേറെ ഒന്നും കഴിച്ചില്ല. ഐസ്ക്രീമൊക്കെ വേണമെന്ന് കുഞ്ഞൻ ചോദിച്ചു. ഒന്നും കഴിക്കാനുള്ളൊരു മൂടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒന്നും കുടിച്ചതും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ പിന്നെ കുറച്ച് നടക്കണം കേട്ടോ ഇനി പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് രാവിലത്തെ അടിയുടെ കാരണം എൻ്റെ കാലിനും കൈക്കും തോളിനും ഒക്കെ വേദനയായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞിന് കാലുവേദന, സംഗിക്ക് കാലുവേദന, അങ്ങനെയൊക്കെ എല്ലാവർക്കും വയ്യായ്കയായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തൊരു സ്ഥലത്തോട്ട് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തെങ്കിലും പോകാൻ പറ്റിയില്ല. വൃന്ദാവൻ ഗാർഡനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഇത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ അടുത്ത ട്രെയിൻ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ടേ വയ്യായിരുന്നു. കാരണം ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടുണ്ടായിരുന്നില്ല. ഋതുവിന് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയും പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേക്കാൻ വൈകുമെന്ന് കരുതി ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം വന്നിട്ടേ ഇരിക്കുകയായിരുന്നു. ഋതുവിൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അങ്ങ് റൂമിലെത്തിയാൽ മതി. നമ്മൾ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടെ നിന്ന് ഒരു ഊബർ വിളിച്ച് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.